ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തുടക്കി. അതിനുശേഷം ഞങ്ങൾ വെള്ളം നിറയ്ക്കാൻ പോയി. ഒരു കുപ്പിയൊന്നുമല്ല ഗൈസ്, 2 കുപ്പിയിലാണ് ഞങ്ങൾ വെള്ളം നിറച്ചത്. കാരണം വെള്ളം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പായും ബെഡൊക്കെ നമ്മൾ വെയിലത്ത് കൊണ്ട് ഉണക്കാനിട്ടു. പിന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യമായി കുളിക്കാൻ നോക്കിയപ്പോൾ സമയത്ത് തലയിൽ ഫുള്ള് ഡാൻഡ്രഫ് ആയിരുന്നു. അപ്പോൾ ഡാൻഡ്രഫ് കളയാൻ വേണ്ടി ഷാമ്പു വേണം. അപ്പോൾ ഷാമ്പു കുടിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ. ഞാൻ ഫസ്റ്റ് റോഡ് ക്രോസ് ചെയ്തു. പക്ഷേ ഈ വരുന്ന വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്ത്. ഞങ്ങൾ സാധാരണ പോകുന്ന കട അടച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങി. ഈ തലാണ്ട തന്നെ മനസ്സിലാവും ഷാമ്പു എന്തിനാണ് വാങ്ങിയത്. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് റൂമൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ടാണ് കുളിക്കാൻ പോകുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് നമ്മൾ കുളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ എണ്ണയൊക്കെ തേച്ചുള്ള ഒരു ഗംഭീരമായ കുളി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു ഗൈസ്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് മുണ്ട് മെയിനാണ്. അപ്പോൾ മുണ്ടൊരു അലങ്കോലമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മൾ ഞാനും നിഖിലും ദേ കാണുന്ന അനീഷ്മയും കൂട്ടാണ് അമ്പലത്തിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു ടിസ്റ്റ്. ഞാനും അനീഷ്മയും ബ്ലാക്ക് ആയതുകൊണ്ട് നിഖിൽ മാത്രം ബ്ലൂ. അപ്പോൾ നിഖിൽ ബ്ലാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഓടി പോകണം. ഇത് ഞങ്ങളുടെ സീനിയറായ ഒരു കൊച്ചു സെലിബ്രിറ്റി ഞങ്ങൾ വഴി വെച്ച് കണ്ടു. വിപിൻ ചേച്ചി ഷർട്ട് മാറ്റിയിട്ട് വരാൻ വേണ്ടി പോയവൻ പാൻറ്റും ഷർട്ടും മാറ്റിയിട്ടാണ് പിന്നെ വന്നത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂട്ടി നടന്നിട്ട് അമ്പലത്തിലേക്ക് പോയത്. അമ്പലം കുറച്ച് ദൂരമുള്ളത് കൊണ്ട് ഈ നടത്തം ഒരു പ്രശ്നമായിരുന്നില്ല. കോളേജിൻ്റെ ഫ്രണ്ട് കൂടെയാണ് അമ്പലത്തേക്ക് പോകേണ്ടത്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. നോക്കുക ഗൈസ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ അമ്പലം എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത് ദീപാരാധനയുടെ സമയത്തായിരുന്നു. അവിടുത്തെ ആളുകളെല്ലാം ചുറ്റുവിളക്കും ഈ വിളക്കൊക്കെ കൊളുത്തി വെക്കുമായിരുന്നു അവിടെ. പിന്നെ അമ്പലത്തിൽ ആറാട്ട് തുടങ്ങുന്നതുകൊണ്ട് എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ പോയത്. ആറാട്ട് തുടങ്ങുന്നതുകൊണ്ട് അവിടെ എല്ലാവരുടെയും നല്ല ഒരുക്കങ്ങളായിരുന്നു. തകൃതിയിൽ നടക്കണ്ടായിരുന്നു. കണ്ടു ഗൈസ്, അത്ര മാങ്ങ. പക്ഷേ ആരും പറിക്കുന്നില്ല, അമ്പലം ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഗൈസ് ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു വേറൊരു അമ്പലത്തിൽ കയറി. പിന്നെ അവിടെ കുറേ ബുക്കൊക്കെ വെക്കാൻ വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കി വാങ്ങിയില്ല. അതൊക്കെ പിന്നെ അവിടെ ആരോഗ്യപരമായിട്ട് എന്തൊക്കെയോ കലാപരിപാടി നടക്കണം. ഈ കുട്ടിയാണ് ജയിച്ചത്. എന്തോ നല്ലൊരു ഗെയിമായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ എപ്പോഴും പോയിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം സുഭാഷ് പാർക്കിൽ പോയിരുന്നു. അപ്പം അത്രയുള്ളൂ. ഓക്കെ, ബൈ.